ആർത്തവ സമയത്തെ സ്ത്രീകളുടെ ആരോഗ്യ പരിചരണവും മെൻസുറൽ കപ്പിൻ്റെ ഉപയോഗവും എന്ന വിഷയത്തിൽ കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സ്മിത ജോയി വരുന്നു കാര്യങ്ങൾ പറയാൻ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. നമ്മൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യാമോ പാടില്ലേ, മെൻസ്ട്രൽ കപ്പ് തന്നെ യൂസ്, അങ്ങനെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു ആ പേഴ്സൻ്റെ ചോയ്സാണ്. മെൻസ്ട്രൽ കപ്പിനുള്ള അഡ്വാൻറ്റേജസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അത് കുറച്ചും കൂടെ ഹൈജീനിക്കാന്ന് പറയാം നമ്മൾ. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മളത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. പക്ഷേ ഈ മെൻസ്ട്രൽ ബ്ലഡ് അറ്റ്മോസ്ഫിയറിക് എയറായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല, ആ കപ്പിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കമ്പയർഡ് ടു സാനിറ്ററി നാപ്കിൻ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കുറവ് മെൻസ്ട്രൽ കപ്പിനാണ്. പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്, കാരണം ഈ സാനിറ്ററി പാഡ് ഡിസ്പോസൽ ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരു വൺ ടൈം യൂസ്, വൺസ് വാങ്ങിച്ചാൽ ചിലത് 3 years 5 years അല്ലെങ്കിൽ 10 yearsനൊക്കെ ഉള്ള മെൻസ്ട്രൽ കപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസ്പോസൽ ഉണ്ട്. എക്കോണമിക്കലി ഓൾസോ ഇറ്റ്സ് ബെറ്റർ, കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ലോങ് ടേം യൂസാണ് ഓരോ പ്രാവശ്യം ഇത് ഇതാക്കണ്ട. പിന്നെ നമുക്കത് ഒരു ലേണിംഗ് കേർവ് ഉണ്ട്, അതായത് ഇത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനുമായിട്ട് നമ്മളത് പഠിക്കാനായിട്ടൊരു ലേണിംഗ് കേർവ് ഉണ്ട്. എസ്പെഷ്യലി ചെറിയ കുട്ടികൾക്കൊക്കെ അത് ഇത്തിരി പാടാണ്. പക്ഷേ ഈവൻ യങ് ഗേൾസ്, അൺമാരീഡ് ഗേൾസിനൊക്കെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് പല സൈസസിൽ അവൈലബിൾ ആണ്, മെയിൻലി സ്മോൾ ആൻഡ് ലാർജ്. അപ്പം അൺമാരീഡ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാത്തവർക്കൊക്കെ സ്മോൾ കപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതെന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ പാൻറ്റി ലൈനേഴ്സ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്തി ആണോ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒത്തിരി ഡിസ്ചാർജ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പാൻറ്റീസ് എപ്പോഴും വെറ്റായിട്ടിരുന്ന ചാൻസ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസ്, വെജൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ കുറച്ച് ഡേയ്സിൽ നമുക്ക് ഇത്തിരി ഡിസ്ചാർജ് കൂടുതൽ, നോർമലി ഡിസ്ചാർജ് കൂടുതലാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ യൂസ് ചെയ്യാം. പക്ഷെ അല്ലാതെ റെഗുലർലി 365 ഡേയ്സും പാൻറ്റി ലൈനേറ്റ്സ് യൂസ് ചെയ്യുന്നത് മേ ബി അത്ര ഹെൽത്തി ആയിരിക്കാൻ വഴിയില്ല. കാരണം ആ ഒരു വളരെ തിന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു എയർ സർക്കുലേഷനൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്യും. പിന്നെ 24/7 ആണ് യൂസ് ചെയ്തത്, നമ്മൾ കുറച്ച് സമയം പുറത്ത് പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്താൽ മേ ബി കുഴപ്പമുണ്ടാവില്ല. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.